വി ആർ അനൂപ്, നിങ്ങളിതിനെ മറ്റൊരു തലത്തിലാണല്ലോ കാണുന്നത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് പരാതിയുമായി പോലും പോകേണ്ടി വന്നത്. എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു അപാകത? ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു, ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത് ആദ്യമായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് പോലും ധ്യാനം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം കാണുന്നത്? നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ കുറച്ചു ദിവസമായി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിന് എന്തോ വലിയ മതിഭ്രമം ബാധിച്ചു എന്ന് തോന്നിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ പ്രസ്താവന ആറ്റൻ ബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ പുറം ലോകം അറിയുന്നത്. നാളെ നരേന്ദ്രമോദിയുടെ അനുയായികൾ നന്ദനം സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ പ്രശസ്തനായി എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ധ്യാനം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ എന്ത് പ്രക്രിയയാണ്? അതൊരു സ്വയം ശുദ്ധീകരണ പ്രക്രിയയാണ്. പുറം ലോകത്തെ തിരക്കുകളിൽ നിന്ന് മാറി, ബഹളങ്ങളിൽ മാറി സ്വന്തം അസ്തിത്വത്തെ ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞു, ആകാശത്തും ജലത്തിലും വായുവിലും ഈ ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളും കാവൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ധ്യാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് ആദ്യമായി ലൈവായി ധ്യാനിക്കുന്ന ആളാണ്, ക്യാമറയുടെ അകമ്പടിയോടുകൂടി. ഇന്ന് ഞാനും താങ്കളും മഞ്ജുഷും ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന ധ്യാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം അത്തരം ഒരു പ്രദർശന പരതയാണോ? ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ച് അറിയുന്ന ആളുകൾ അങ്ങനെ പറയുമോ? വിവേകാനന്ദൻ ധ്യാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രമണ മഹർഷി ധ്യാനിച്ചിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി നടത്തുന്ന ധ്യാനമല്ല, അല്പത്തരമാണ്, ആഭാസമാണ്. അദ്ദേഹം കുറെ ഈ പറയുന്ന ക്യാമറകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഇതിനെ പ്രദർശിപ്പിക്കുകയാണ്. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. വിവേകാനന്ദൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? എന്തായിരിക്കണം ഇന്ത്യ എന്ന ചോദ്യത്തിന് വിവേകാനന്ദൻ കണ്ടെത്തിയൊരു മറുപടിയുണ്ട്. ബോഡി ഓഫ് ഇസ്ലാം, ഇസ്ലാമിക് ബോഡി വിത്ത് വേദാന്തിക് സ്പിരിറ്റ്. മുസ്ലിം ശരീരവും വേദാന്തത്തിന്റെ ആത്മാവുമായ ഒന്നായാണ് അദ്ദേഹം ഇന്ത്യയെ വിഭാവന ചെയ്തത്. ഇവിടെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റണമെന്നുള്ള തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം ഇലക്ഷൻ തുടങ്ങിയ അന്ന് മുതൽ അവസാനം വരെ രാജസ്ഥാനിൽ, ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദിക്ക് വിവേകാനന്ദനെ കുറിച്ച് പറയാൻ, വിവേകാനന്ദന്റെ ആത്മീയതയെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം? ഇത് പ്രദർശന പരതയല്ലാതെ ഇലക്ഷൻ സ്റ്റണ്ട് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തമാണ്. ഈ പറയുന്ന ധ്യാനത്തിലൂടെ മോദി ആന്തരിക ശുദ്ധീകരണം നടത്തി അദ്ദേഹത്തിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുമെങ്കിൽ അത് നല്ലത്. അതിൽ കൂടുതൽ അദ്ദേഹം ഈ പറയുന്ന ക്യാമറകളുടെ അകമ്പടിയോടെ ഞാനും മഞ്ജുഷും ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന ധ്യാന പ്രദർശനത്തിന് അതിൽ കൂടുതൽ ഒരു പ്രസക്തിയുമില്ല. ഇത് ഇന്ത്യൻ ആത്മീയതയിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഇന്ത്യൻ ആത്മീയതയെ പരിഹസിക്കുകയാണ്, അല്പതരമാണ്, ആഭാസമാണെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു.